സമൂഹം സ്വാഭാവികമായിട്ട് ചോദിക്കല്ലോ മോളെ എന്തുകൊണ്ടാണ് കല്യാണം ലാഗാവുന്നത്. പഠനത്തിന് വേണ്ടിയിട്ട് ഒരു കല്യാണം മുടങ്ങിപ്പോയ കഥകൾ പോലും ഞാൻ ചെറിയൊരു രൂപേണ പറഞ്ഞു. ഏറെക്കുറെ പഠിച്ചല്ലോ എന്നുള്ള കോൺഫിഡൻസിലാണ് ഞാൻ പോയത്. പക്ഷെ ഈ പഠിച്ച കാര്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. നമ്മൾ ശരിക്കും റിയലി നാച്ചുറലി നമ്മൾ എന്താണോ അത് അവിടെ എക്സ്പ്രസ് ചെയ്താൽ മതി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ഇന്നുള്ളത് നമ്മുടെ സമീലത്തിന്റെ കൂടെയാണ്. കോഴിക്കോട് ജില്ലയിലെ 9ാമത്തെ റാങ്കുകാരിയാണ്, നാച്ചുറൽ സയൻസ് ആണ്. അപ്പം ഇന്ന് ഇദ്ദേഹം സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. സ്കൂളിന്റെ പേര് GSSS ഇരിങ്ങല്ലൂർ. അപ്പം ഇരിങ്ങല്ലൂർ സ്കൂളിലെ അധ്യാപികയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് സമീലത്തിന്റെ HSA ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിഞ്ഞാലോ, അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ഇന്റർവ്യൂ, എങ്ങനെയായിരുന്നു, അതിനെന്താണ് പ്രിപ്പയർ ചെയ്തത്, പേടിപ്പിക്കുന്നതാണോ HSA ഇന്റർവ്യൂ എന്ന് പറയുന്നത്? ഇന്റർവ്യൂ എന്ന് പറയാം, അത് അറ്റൻഡ് ചെയ്ത ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതിലൊന്നും പേടിക്കാനൊന്നും ഇല്ലാന്ന്. അതിന്റെ മുന്നേ വരെ നമുക്കതൊരു ഭീതിയാണല്ലോ, കാരണം നമ്മൾ ഒട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം ഞാന് ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് PSC ഇന്റർവ്യൂ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടില്ല? ഇല്ല. ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന ഒരു എക്സാം ആണല്ലോ ഇത്. അതില് അപ്പം ആദ്യമായിട്ട് എഴുതി അൽഹംദുലില്ലാ കിട്ടി. ഇതൊക്കെ വന്ന സമയത്ത് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത്, ഇന്റർവ്യൂവിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൽ ഏതൊക്കെ, അതായത് ഏതെല്ലാം സിലബസ് പഠിക്കണോ, ആദ്യം പഠിച്ച സംഭവങ്ങൾ നമ്മളിപ്പോ SCRT കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു, അത് പഠിക്കണോ വേണ്ടേ, അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരുന്നു. സമീലത്തിന്റെ ഇന്റർവ്യൂ എവിടെ വെച്ചായിരുന്നു നടന്നത്? നമ്മളെ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ വെച്ചിരുന്നു. ഓക്കെ. അപ്പൊ എല്ലാവരുടെയും ഒരു സംശയമാണ്, നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ പോകണോ വേണ്ട, കോഴിക്കോട് വെച്ചിട്ടായിരുന്നു, PSC ഓഫീസിൽ തന്നെയായിരുന്നു ഇന്റർവ്യൂ നടത്തിയത്. എത്ര പേരായിരുന്നു ബോർഡിൽ ഉണ്ടായിരുന്നത്? ഞാൻ അന്ന് 3 പേരും 4 പേരൊക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നു. 2-ാം തീയതി 3-ാം തീയതി ആയിരുന്നു നടന്നിരുന്നത്. ആ സമയത്ത് ചില ടീച്ചേഴ്സിന് 4 ബോർഡ് മെമ്പേഴ്സ് ഉള്ള സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് 2 പേരെ ഉണ്ടായിട്ടുണ്ട്. 2 പേരുടെ ബോർഡ് ആയിരുന്നു. എന്തായിരുന്നു അന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു? ആദ്യം ഞാൻ ഇന്റർവ്യൂ ഹാളിലേക്ക് വരുമ്പോ തന്നെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു പോയത്. അപ്പം സാർ എന്നോട് ചോദിച്ചു, നീ എന്താ ഇത്രയും ഹാപ്പി ആയിട്ട് എന്താണെന്ന് ചോദിച്ചു. അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സായിഭാവം ഇത് തന്നെയാണ്, എപ്പോഴും ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ്. നോർമലി ഞാൻ അങ്ങനെയാണ്, എപ്പോഴും ചിരിച്ചൊരു ഫേസ് ആണ് എന്ന് എല്ലാവരും പൊതുവെ പറയും. പിന്നെ അത് കഴിഞ്ഞപ്പോ നമ്മളെ ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു. ഓക്കെ. ഇൻട്രൊഡക്ഷന് ഞാൻ അത് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? മലയാളത്തിൽ തന്നെയാണ്. മലയാളത്തിൽ തന്നെയായിരുന്നു. എല്ലാം മലയാളത്തിൽ തന്നെയായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ സൊസൈറ്റിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, ഇന്നത്തെ സമൂഹത്തില് ഒരുപാട് കുട്ടികള് നന്നായിട്ട് നന്നായിട്ട് പഠിക്കുന്ന ഹൈലി ടാലന്റഡ് ആയ പെൺകുട്ടികളെ പെട്ടെന്ന് കല്യാണത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് അവരെ ഡ്രോപ്പ് ഔട്ട്, അവരെ എഡ്യൂക്കേഷന് പാതി വഴിയിൽ നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു. ഓക്കെ. അതിലെന്തായിരുന്നു താങ്കളുടെ ഒരു അഭിപ്രായം? അഭിപ്രായ രൂപീകരണ ചോദ്യമായിരുന്നു അത്. അതെ. അപ്പൊ ഞാന് ശരിക്കും അത് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഞങ്ങളെ ഇതിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും അല്ല, എന്നാലും ഏറെക്കുറെ ആളുകളൊക്കെ മീൻസ് ഒരു 20 വയസ്സ് 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞു പോകുന്നത്. B.Ed എടുക്കണമെന്ന് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കല്യാണാലോചനകളൊക്കെ വരുമ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞ് ഇതാക്കി. അപ്പം ഉപ്പക്കും ഉമ്മക്കും വീട്ടിൽ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാവരും സമൂഹം സ്വാഭാവികമായിട്ട് ചോദിക്കല്ലോ, മോളെ എന്തുകൊണ്ടാണ് കല്യാണം ലാഗാവുന്നതെന്ന്. അപ്പം അവരെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ച് അവർക്ക് അത് മെന്റലിയും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അന്ന് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തതുകൊണ്ടാണ് ഇന്ന് എനിക്ക് സാറിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതെന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പം ഈ കഥകളൊക്കെ സാറിനോട് പറഞ്ഞു, ഇന്റർവ്യൂറിനോട് പറഞ്ഞു? ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നെ ഇതെല്ലാം പറഞ്ഞു. പഠനത്തിന് വേണ്ടിയിട്ട് ഒരു കല്യാണം മുടങ്ങിപ്പോയ കഥകൾ പോലും ഞാൻ ചെറിയൊരു രൂപേണ പറഞ്ഞു. പിന്നീട് ചോദ്യങ്ങൾ എന്തായിരുന്നു? പിന്നെ നമ്മുടെ സിലബസ് ആയിട്ട് ബന്ധപ്പെട്ട SCRTയിലെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതിൽ എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറെ ഞാൻ ആൻസർ പറഞ്ഞു, കുറെ ഞാൻ പറഞ്ഞില്ല.
അപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ സാറേ അത് എനിക്ക് അറിയുന്നില്ല, അതൊന്ന് പറഞ്ഞു തരുമോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അവരെനിക്ക് പറഞ്ഞു തന്നു അതിങ്ങനെയാണ് കേട്ടോ എന്ന് കറക്റ്റ്. ചിലതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ചില ക്വസ്റ്റ്യൻ ചോദിക്കും, പക്ഷെ നമുക്കതിന് ആൻസർ അറിയില്ല. അപ്പം നമുക്കറിയാത്തപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് അപ്പം ഞാൻ മിസ്സിനോട് സംസാരിക്കുന്ന അതേപോലെ തന്നെ വളരെ നാച്ചുറൽ ആയിട്ട് ഞാൻ ചോദിച്ചു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ സമീലത്തെ, ആദ്യത്തെ ഒരു ഇന്റർവ്യൂ, ഒരു PSC ഇന്റർവ്യൂ, സാധാരണ രീതിയിൽ എല്ലാവരും വളരെ സ്ട്രെസ്സായിട്ട് കയറുന്ന ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത്? അതാണ് ഞാനിപ്പോ ഒരു പരിശീലനം നേടിയിരുന്നു, പരിശീലനത്തിന് പോയിണ്ടായിരുന്നു. ഇന്റർവ്യൂ പരിശീലനം ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ ആയിട്ടായിരുന്നല്ലോ, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിനൊന്നും ഈ കൊറോണ ആയത് കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഓൺലൈൻ ക്ലാസ്സിൽ അവർ കുറേ ക്ലാസ്സുകളും കാര്യങ്ങളും നമ്മളെ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നു. ഞങ്ങൾ മോഡൽ എക്സാംസ് മോക്കൊക്കെ എടുത്തു അങ്ങനെയൊക്കെ നോക്കി. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏറെക്കുറെ പഠിച്ചല്ലോ എന്നുള്ള കോൺഫിഡൻസിലാണ് ഞാൻ പോയത്. പക്ഷെ ഈ പഠിച്ച കാര്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല, ചോദിച്ചിരുന്നില്ല. ഇല്ല ഒന്നും ചോദിച്ചില്ല. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് നമ്മൾ പോലും അറിയാണ്ട് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു PSCയും അതിൽ തന്നെ നമുക്ക് റാങ്കിൽ കയറാനും പറ്റി. അപ്പോൾ ഉണ്ടാവുന്ന ഇന്റർവ്യൂ നമുക്ക് ശരിക്കും സ്ട്രെസ്ഫുൾ ആണ്. പക്ഷെ ശരിക്കും ഒരു ഇന്റർവ്യൂ പരിശീലനത്തിന് പോയതുകൊണ്ട് മാത്രമാണ് എനിക്കത് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. ഇനിയും എല്ലാവരുടെയും ഒരു ഉദ്യോഗാർത്ഥി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും, എത്രയായിരുന്നു അന്ന് ആ മാർക്ക് ഉണ്ടായിരുന്നത്? എത്ര മാർക്ക് ഇന്റർവ്യൂവിന് കിട്ടി? ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ഹയസ്റ്റ് മാർക്ക് 13 ആയിരുന്നു. അപ്പം 13 മാർക്ക് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. 13 മാർക്ക് കിട്ടി? അൽഹംദുലില്ലാ എനിക്കും 13 മാർക്ക് തന്നെ കിട്ടി. അപ്പൊ റിട്ടേൺ എക്സാം എനിക്ക് തോന്നുന്നു 10ാം റാങ്കിന് താഴെയുള്ള ഏകദേശം ഇതിലും നല്ല മാർക്കുള്ള ആൾക്കാർക്ക് പോലും ഈ ഇന്റർവ്യൂവിന്റെ ഒരു മാർക്ക് അല്ലേ, നിങ്ങളുടെ മാർക്ക് 0.33 പോലും ഹൈലി വാല്യുബിൾ ആണ്. അപ്പൊ ഞാനും എന്റെ തൊട്ടു മുന്നത്തെ ടീച്ചറും, അതായത് 8ാം റാങ്കും 9ാം റാങ്കും തമ്മിൽ വെറും 0.33 വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിന്റെ മാർക്ക്, നമുക്ക് ഹയസ്റ്റ് മാർക്ക് കിട്ടാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ഫുൾ മാറി മറിയും. അപ്പൊ ഇന്റർവ്യൂവിന് പരീക്ഷ കഴിഞ്ഞ അന്ന് തൊട്ട് തന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് വന്ന അതിനുശേഷം അന്നേരം തന്നെ ഇന്റർവ്യൂവിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആ സമയത്തൊന്നും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്റർവ്യൂവിന്റെ ഒരു 3-4 മാസം മുന്നേ, 3-4 മാസം മുമ്പ് തന്നെ ഇന്റർവ്യൂവിന് പരിശീലനം രീതിയിലൊക്കെ. എന്തായിരുന്നു അന്നൊക്കെ വായിച്ചു നോക്കിക്കൊണ്ടിരുന്നത്? എന്തൊക്കെയായിരുന്നു? ഞാൻ ആദ്യം ബുക്സ് വായിക്കാൻ നോക്കി. SCRT നന്നായിട്ടൊന്ന് വായിച്ചു. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണല്ലോ, അതെല്ലാം ഒന്ന് പൊടി തട്ടിയെടുത്തു, ഒന്നുകൂടി നമ്മൾ വായിച്ചതാക്കുക. കാരണം നമുക്ക് ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഞാൻ SCRTയിലെ കുറെ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു, അത് ഞാൻ ഒന്നുകൂടി വായിച്ചതുകൊണ്ടാണ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിരുന്നു. ഞാൻ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മുന്നേ SCRT നമ്മളൊന്നും പഠിക്കേണ്ട, നല്ല കോൺഫിഡൻസിൽ പോയാൽ മതി. പക്ഷെ ആ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഒരു പക്ഷെ ഞാൻ ആ SCRT ഒന്നും വായിക്കാണ്ടാണ് പോയതെങ്കിൽ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പൊ SCRT പഠിച്ചു, പിന്നീട് എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? സ്റ്റഡി മെറ്റീരിയൽസ്, നേരത്തെ ക്ലാസ് എടുത്ത സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെ ചെയ്തില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പോ മക്കളൊക്കെ വെച്ചിട്ട് അവര് എന്നെ ഇന്റർവ്യൂ ചെയ്യും. ഡെമോ ഇന്റർവ്യൂ അവര് ചെയ്ത് നോക്കി. ചെറിയൊരു മോളുണ്ട്, അന്ന് അവള് 2ാം ക്ലാസ്സിലായിരുന്നു. പക്ഷെ അവള് എന്നെ ഉമ്മ വരൂ, അവള് ഇന്റർവ്യൂവർ ആയിരിക്കും. ചില സമയത്ത് 3 മക്കളും ഇരിക്കും. എന്നിട്ട് അവർ ഇന്റർവ്യൂവർ ആയിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്യും. ഓൾമോസ്റ്റ് ഇവള് തന്നെയാണ്. ചിലപ്പോൾ ഇവള് ഒറ്റക്ക് എന്നെ വിളിക്കും, വരെ ഇന്റർവ്യൂ ചെയ്യാന്ന് പറയും. എന്നിട്ട് ഞാൻ ഡെമോ ചെയ്യും, എന്നെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും, ഇൻട്രൊഡക്ഷൻ പറയൂ. അങ്ങനെ എല്ലാ രീതിയിലും എന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവള്. ക്ലാസ്സുകൾ എടുത്തു കാണിക്കാൻ അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? കുറെ ടീച്ചേഴ്സിനോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ എന്നോട് അങ്ങനെ പറഞ്ഞു ക്ലാസ് എടുക്കാൻ പറഞ്ഞിരുന്നില്ല. നിങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗത്ത് എന്തൊക്കെ ചോദ്യങ്ങളാണ് അന്ന് ചോദിച്ചു കേട്ടതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? ചില ടീച്ചേഴ്സിനോട് ഇപ്പൊ ബോട്ടണി, ചില PhD ഒക്കെ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അവര് ചെയ്യുന്ന റിസർച്ച് ചെയ്യുന്ന ആ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. പിന്നെ അതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ചില ടീച്ചേഴ്സിനോട് അവര് ബോട്ടണി ടീച്ചർ, അതായത് ബോട്ടണി പഠിച്ചവരെ ബോട്ടണിയെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറച്ചുകൂടെ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അത്രയൊക്കെ പറ്റുന്ന, പക്ഷെ കുഴപ്പമില്ല. നമുക്കില്ലേ ശരിക്കും ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ കുറച്ചു നേരം കൂടി ഇന്റർവ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു. അത്രയും വളരെ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആ ടീച്ചേഴ്സ്, വളരെ ഫ്രണ്ട്ലി ആയിട്ട്. ബോർഡ് പേടിക്കുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് എല്ലാവർക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ, ബോർഡിനെ പേടിക്കുകയൊന്നും വേണ്ട,
നമുക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. നമ്മളത് സത്യസന്ധമായി ആൻസർ ചെയ്യും. നമ്മൾ ശരിക്കും റിയലി നാച്ചുറലി നമ്മൾ എന്താണോ അത് അവിടെ എക്സ്പ്രസ് ചെയ്താൽ മതി. അത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. നല്ല പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ നമ്മൾ വേറൊരാളായിട്ട് അഭിനയിക്കുക, അതിനൊന്നും ഒരു ആവശ്യമില്ല. ഓക്കെ, നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ അത് എനിക്കറിയില്ല സാറേ, ഇനി നമുക്കത് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ. ഞാൻ പറഞ്ഞില്ല, ചില ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ എനിക്കൊരു ആകാംക്ഷ തോന്നി, അതെന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടും എനിക്ക് ഹയസ്റ്റ് മാർക്കും കിട്ടി. ഓക്കെ. അപ്പം നമ്മളെല്ലാവരും കേട്ടല്ലോ, ഹയസ്റ്റ് മാർക്ക് നേടിയ സമീലത്തിൻ്റെ സ്ട്രാറ്റജീസ് ഇത്രയാണ്. മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഡെമോ ക്ലാസ്സുകൾ എടുത്ത് നേരത്തെ തന്നെ പരിശീലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇൻ്റർവ്യൂവിന് പരിശീലനം നേടി വളരെ കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് അതുകൊണ്ട് തന്നെയാണ് സമീലത്തിന് ഹയർ മാർക്കിലേക്ക് എത്തപ്പെടാൻ സാധിച്ചത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? HSA ഇൻ്റർവ്യൂ കൃത്യമായി പരിശീലിക്കുക എന്നുള്ളതാണ്. ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ ക്ലാസ്സുകൾ എടുത്തു വെച്ച് പഠിക്കുക. ഇൻ്റർവ്യൂ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന മോക്ക് ഇൻ്റർവ്യൂസ്, അതോടൊപ്പം തന്നെ ഡെമോ ക്ലാസ്സുകൾ, 1-to-1 സെഷൻസ് തുടങ്ങിയ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകളാണ്. എല്ലാവരും ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് തന്നെ പഠിക്കുക. ആത്മവിശ്വാസത്തോടെ ഇൻ്റർവ്യൂവിനെ നേരിടുക. പുതിയ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സമീലത്ത്. താങ്ക് യു മാം.